Hey guys, Sri here. Galaxy Tab S9 Ultra. മിക്ക യൂട്യൂബേഴ്സും എന്താ പറയുന്നത് കോട്ട് ബീസ്റ്റ് ടാബ്ലറ്റ്, ഐപാഡ് കില്ലർ എന്നൊക്കെ വിളിച്ചൊരു ഹൈബ്രിഡ് ടാബ്ലറ്റാണ്. സോ ആഫ്റ്റർ 1 year കുറച്ച് റിച്ച് ഫ്രണ്ട്സ് കൊണ്ടാണ് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റി. എങ്ങനെയുണ്ട് സാധനം, അല്ലെ ആർക്കൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യുക? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേറ്റഡ് വെർഷൻ S10 Ultra അല്ലെ S10 സീരീസ് ഓഫ് ടാബ്ലറ്റ് പുറത്തിറങ്ങാൻ പോവുക. അപ്പം ശരിക്കും ഇതിപ്പോഴും ഇത്ര ഹൈപ്പിൽ നിൽക്കാൻ കാരണം എന്താ? സോ ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ അതിൻ്റെ ഡിസ്പ്ലേ 14.6 inch AMOLED, ഭയങ്കര ബ്രൈറ്റ്നസ് ഉള്ള 120 Hz സാംസങ് ഡിസ്പ്ലേ. എൻ്റെ അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ വേറെ ഒരു ടാബിലും ഇത്ര കിട്ടുന്ന ഡിസ്പ്ലേ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ സ്മൂത്ത് റിഫ്രഷ് റേറ്റും അതിൻ്റെ കളർ ആക്യുറസിയും സാംസങ്ങിൻ്റെ ടിപ്പിക്കൽ കളേഴ്സ് പഞ്ചി കിടിലം, എന്താ പറയുക, ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റാത്ത ടോപ്പ് ഓഫ് ദ ലൈൻ ഡിസ്പ്ലേ ഇൻ എനി സാംസങ് ടാബ്ലറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് അത്യാവശ്യം ഫുൾ മെറ്റൽ കൺസ്ട്രക്ഷനാണ്. ഒരു പ്രീമിയം ഫീലൊക്കെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ കിട്ടും. പക്ഷെ എന്നാൽ ഇവർ വെയിറ്റ് ഭയങ്കരമായിട്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. 732 grams. ഏത് കോൺട്രിയിൽ നമുക്ക് പിടിച്ചാലും ഒറ്റ കൈ കൊണ്ട് വേണം പിടിക്കാൻ പറ്റാവുന്നൊരു ഡിവൈസ് തന്നെയാണ്. സോ ഇൻ ജനറൽ എൻ്റെ മാക്ബുക്കിനെക്കാട്ടിയും വലിയൊരു ടാബ്ലറ്റാണ്. പക്ഷെ ഒറ്റ കൈ കൊണ്ട് നമുക്ക് പിടിക്കാനും പറ്റും. ആൻഡ് ഒറ്റ കൈ കൊണ്ട് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ചാൽ അല്ലാന്ന് തന്നെ പറയാം. ഇതിൻ്റെ എല്ലാം കൂടെ ഇതിനകത്ത് 11,200 mAh ബാറ്ററി ഉള്ളൊരു ജൈഗാൻറ്റിക് ടാബ്ലറ്റാണ് ഇത്. ലിറ്ററലി നിങ്ങൾക്ക് ഡേയ്സ് ലാസ്റ്റ് ചെയ്യും, നിങ്ങൾ ഒന്നും ചെറിയ കാഷ്വൽ യൂസേഴ്സും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ. ആൻഡ് പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോഴോ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 ഓവർക്ലോക്ക് ചെയ്ത വേർഷൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂളിംഗ് പാഡിനെ കുറിച്ച് പറയാം. ഇത്രയും വലിയൊരു ടാബ്ലറ്റിന് ഒന്നാമത്തെ മെറ്റൽ കൺസ്ട്രക്ഷൻ ഉണ്ട്, അത്യാവശ്യം നല്ല ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ തന്നെ വലിയ ഒരു കൂളിംഗ് ചേമ്പർ, കൂളിംഗ് പാഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻ ജനറൽ നിങ്ങൾക്ക് പെർഫോമൻസ് രീതിയിലാണെങ്കിലും പ്രൊഡക്ടിവിറ്റി രീതിയിലൊക്കെ ആണെങ്കിലും ഇത് അത്യാവശ്യം പുഷ് ചെയ്യാൻ പറ്റുന്നൊരു ടാബ്ലറ്റാണ്. ആൻഡ് ഈ ടാബ്ലറ്റിന് ഞാൻ പറഞ്ഞില്ലേ, ഇത് യൂസർ കേസസിനെ കുറിച്ച് പറയണമെങ്കിൽ ജനറലി ഞാൻ 2 യൂസർ കേസസ് പറഞ്ഞു. ഒന്നെന്ന് പറയുമ്പോൾ ഒരു ഹൗസ് ഹോൾഡ് യൂസർ കേസ്. നിങ്ങളിപ്പോൾ വീട്ടിൽ അത്യാവശ്യം ഭയങ്കര റിച്ച് ഒരു ടാബൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇത് ജസ്റ്റ് വീട്ടിൽ യൂട്യൂബ് വീഡിയോ കാണാനോ ഗെയിം കളിക്കാനോ കാര്യത്തിനോ അല്ലെങ്കിൽ കുക്കിങ്ങിനൊക്കെ വേണ്ടി ഒരു സൈഡ് ഒരു ഡിസ്പ്ലേ പോലെ മേടിച്ച് വെക്കാനൊക്കെ പറ്റിയൊരു ടാബാണ്. അതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എൻ്റെ സ്പീക്കേഴ്സ്. എൻ്റെ അപ്പോൾ കോഡ് സ്പീക്കേഴ്സാണ് AKG ട്യൂൺഡ്. AKG ട്യൂൺഡ് എന്ന് പറഞ്ഞാൽ AKG ലിറ്ററലി സാംസങ്ങിൻ്റെയാണ്. അതുകൊണ്ട് സാംസങ് തന്നെ ട്യൂൺ ചെയ്ത് വലിയൊരു കോഡ് സ്പീക്കേഴ്സ്. പക്ഷേ ബെസ്റ്റ് സ്പീക്കർ ആണോ എന്ന് ചോദിച്ചാൽ ഗൈസ്, എനിക്ക് പേഴ്സണലി ബെസ്റ്റ് ഓഫ് എല്ലാം ഐപാഡ് പ്രോവിൻ്റെ സ്പീക്കർ ഇച്ചിരിയുടെ റിഫൈൻഡ് ആൻഡ് ക്ലിയർ ആയിട്ട് തോന്നി. ഇത് ഭയങ്കര പ്ലെൻറ്റി ലൗഡാണ്. സിനിമയൊക്കെ കാണാനാണേലും എന്തോത്തിനാണേലും സൂപ്പർബ് സ്പീക്കേഴ്സ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പൂൾ സൈഡിലൊക്കെ ഇരുന്ന് വീഡിയോസ് കാണാനോ ഗെയിം കളിക്കാനോ ചരിക്കാനോ കുരിക്കാനോ ഒക്കെ പറ്റും. കാരണം ഇത് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ 14.6 inch ഡിസ്പ്ലേയിലൊരു ടാബ്ലറ്റിന് IP68 കൊടുത്തിട്ടുണ്ട്. സോ അത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് മാഗ്നറ്റ്സും കാര്യങ്ങളും ഒക്കെ ഈ കൺസ്ട്രക്ഷന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇവർ ഈ വെയിറ്റും കാര്യങ്ങളും ഈ ബാറ്ററി എല്ലാം കറക്റ്റ് ബാലൻസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നൊക്കെ നമുക്ക് തോന്നും. ഇത്രയും വലിയൊരു ഗൈഗാൻറ്റിക് ഡിസ്പ്ലേയും ബാറ്ററിയും എല്ലാം ഉള്ളൊരു സാധനം എല്ലാ കോർണേഴ്സിലും നമുക്കൊന്ന് ഇച്ചിരി ശക്തി ഉപയോഗിച്ച് നമുക്ക് പിടിച്ചുപയോഗിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെ. ഇത് ഒരിക്കലും ഒരു 1 hand ഡിവൈസ് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ബാറ്ററി ലൈഫിനെ കുറിച്ച് വേറെ സംഭവം പറയുകയാണെങ്കിൽ എന്താ പറയുക, 45 watt ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 11,200 mAh ആയതുകൊണ്ട് തന്നെ 45 watt ഭയങ്കര ഫാസ്റ്റ് ആണോ എന്ന് വെച്ചാൽ ഫാസ്റ്റ് അല്ല, പക്ഷേ അത്യാവശ്യം നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാം. രണ്ടാമത്തെ യൂസ് കേസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ടിവിറ്റിയിലോട്ട് വരുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഗുണമായിട്ട് തോന്നിയത്. കാരണം നേരത്തെ പറഞ്ഞില്ലേ, പെർഫോമൻസിനും കൂളിങ്ങും റാമും കാര്യങ്ങളും എല്ലാം ആഡിക്വേറ്റ് ആയിട്ടുണ്ട്. അവിടെ നിങ്ങളൊരു സ്കെച്ച് ആർട്ടിസ്റ്റ് ആണെങ്കിലോ നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ റീലൊക്കെ കട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ജസ്റ്റ് കണ്ടൻറ്റ് പുഷ് ഔട്ട് ചെയ്യാനും ജസ്റ്റ് ചെറുതായിട്ടൊക്കെ തംബ്നെയിൽസ് എഡിറ്റ് ചെയ്യാനും കളർ ഗ്രേഡ് ചെയ്യാനും എല്ലാം അതിൻ്റെ പെന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതേപോലെ നിങ്ങൾ എഞ്ചിനീയറാണ്, നിങ്ങൾ ഡിസൈൻ ചെയ്യണം, വരയ്ക്കണം. കളറിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കളർ ഗ്രേഡിൻ്റെ കളർ പാലറ്റൊക്കെ എടുക്കാനാണെങ്കിൽ ഭയങ്കര വർക്കിംഗ് പ്രൊഫഷണൽസിനും ഇത് ഒരുപാട് യൂസ് കേസ് ഉള്ളൊരു ടാബ്ലറ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നി. പക്ഷേ നമുക്ക് ഈ പ്രൊഡക്ടിവിറ്റീനെ തന്നെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഇസ് ഒരു ഇൻട്രൂസീവ് പ്രൊഡക്ടിവിറ്റിയും ഒരു എക്സ്റ്റെൻസീവ് പ്രൊഡക്ടിവിറ്റി എന്നും പറയാം. എൻ്റെ വായി വന്ന പേരാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇൻട്രൂസീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു കാഷ്വൽ ടൈപ്പ് ഓഫ് പ്രൊഡക്ടിവിറ്റിയാണ്. നിങ്ങൾക്കൊരു മെയിൻ പ്രൊഡക്റ്റീവ് മെഷീൻ ഉണ്ട്, അതിനെ അസിസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു ജോലിയാണെന്ന് വെച്ചോ. ഇപ്പം ഫോർ എക്സാമ്പിൾ കളർ പാലറ്റൊക്കെ എടുത്ത് യൂസ് ചെയ്യുക, അല്ലെ ജസ്റ്റ് ഒരു ഇൻസ്പിറേഷനൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ മണ്ടയിൽ കൂടെ പ്ലോട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു ഡിവൈസോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിനകത്ത് എക്സൽസോ വെബ് ബ്രൗസിങ്ങോ ഡേറ്റ എൻട്രിയോ അതേപോലെ മെയിലിങ്ങോ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ നിങ്ങൾ അതിൻ്റെ കീബോർഡും കൂടെ ജസ്റ്റ് ഒന്ന് മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക്
2 ഡിവൈസ് കൊണ്ടു നടക്കുന്ന ആ ഒരു ഹാസിൽ ആ ഒരു തല തന്നെ ഒഴിവാക്കാൻ പറ്റും. ലിറ്ററലി നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് എ ടാബ്ലറ്റും ബെസ്റ്റ് ഓഫ് എ ലാപ്ടോപ്പും കിട്ടും. അങ്ങനെ പറയാൻ കാരണം ഇതിനകത്ത് ഡെക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ലാപ്ടോപ്പ് സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 95% ഒരു ലാപ്ടോപ്പായിട്ട് തന്നെ ഉപയോഗിക്കുക ആ കേസും കൂടെ ഉണ്ടെങ്കിൽ. സോ റിയലി നൈസ്. ഒരു കാഷ്വൽ പ്രൊഡക്ടിവിറ്റി ഹൗസൊക്കെയാണിത് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഈ എക്സ്റ്റെൻസീവ് പ്രൊഡക്ടിവിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഇൻ റിയാലിറ്റി ഒരു 8K വീഡിയോ ഒക്കെ ഗ്രേഡ് ചെയ്യുകയാണെങ്കിലോ ഒരു 4K വീഡിയോ ഒക്കെ ഗ്രേഡ് ചെയ്യുകയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലോ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾ കിടിലോ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല ഇതിനകത്തോട്ട് പോകാൻ. സോ ഈ പ്രൊഡക്റ്റ് ഇൻറ്റൻറ്റ് ചെയ്തേക്കുന്നത് തന്നെ ഒരു ഹൗസ് ഹോൾഡിൽ ഒരു ടാബും ഒരു ലാപ്ടോപ്പിൻ്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ കാഷ്വൽ യൂസിങ് ഒക്കെയാണ്. അത് രണ്ടും കൂടെ റിപ്ലേസ് ചെയ്ത് ഈ ഒരു ഒറ്റ ഡിവൈസ് ആക്കാൻ തന്നെയാണ് എനിക്കിത് കുറച്ച് നാൾ യൂസ് ചെയ്തപ്പോൾ തോന്നി. ബാക്കി എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ സ്പെക്കാണെങ്കിലും എല്ലാം ഇതൊരു ബീസ്റ്റ് മോഡാണ്. വേണേൽ നമുക്ക് ജസ്റ്റ് ക്യാമറയെ കുറിച്ചൊന്ന് പറഞ്ഞോ ഗൈസ്. ക്യാമറ ഒരിക്കലും ഒരു ടാബിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ക്യാമറയൊന്നും അല്ല. ഇതിനകത്ത് 3D മാപ്പിംഗ് അങ്ങനത്തെ സെൻസിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതും കൂടെ കൊടുത്തായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഒരു പ്രൊഡക്ടിവിറ്റി ഓറിയൻറ്റഡ് മെഷീനായിട്ട് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു പേരിന് വേണ്ടിയെങ്കിലും. സോ ക്യാമറ ജസ്റ്റ് നൈസ് ഫോട്ടോ, സാംസങ്ങിൻ്റെ ടിപ്പിക്കൽ എനിക്കൊന്ന് FE സീരീസിനകത്തൊക്കെ ഇരിക്കുന്നൊരു ടൈപ്പ് ഓഫ് ക്യാമറ സിസ്റ്റം അതിനകത്തിരിക്കുന്ന ഒരു ഫീല് ഒന്ന് കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഫീല് മാത്രമാണ്. സോ ഗൈസ് ഇൻ ജനറൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രയും നേരം പറഞ്ഞത് ഇതൊരു ബീസ്റ്റ് ഓഫ് എ ടാബ്ലറ്റ് ആണെന്ന്. പക്ഷേ 2 ചോദ്യമുണ്ട്. ഇത് iPad കില്ലറാണോ ശരിക്കും? അതേപോലെ തന്നെ ഇതിനെന്താ പറയുക, ആ ഒരു ലാപ്ടോപ്പിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ലാപ്ടോപ്പിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മെയിലിങ്ങോ ഡേറ്റ എൻട്രിയോ അങ്ങനത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക് ജോബൊക്കെയാണ്, വലിയ എക്സ്റ്റെൻസീവ് ആയിട്ട് പുഷ് ഒന്നും ചെയ്യേണ്ട, കോഡിങ്ങോ എഡിറ്റിങ്ങോ പരിപാടിയൊന്നും അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് റിപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാം. ഒരു അസിസ്റ്റീവ് ഡിവൈസ് തന്നെയാണിത്. പക്ഷേ അതേപോലെ ഒരു എക്സ്റ്റെൻസീവ് ഭയങ്കരമായിട്ട് പുഷ് ഔട്ടൊക്കെ ചെയ്യുന്ന കോഡിങ്ങും കളർ ഗ്രേഡിങ്ങും ഒക്കെ ആണെങ്കിൽ ഞാൻ പറയും ഗൈസ് ഇത് നിങ്ങൾക്ക് പറ്റിയ സാധനമല്ല. അതേപോലെ തന്നെ ക്യാൻ ഇറ്റ് റിപ്ലേസ് ആൻ iPad എന്ന് പറഞ്ഞ ചോദ്യമുണ്ട്. ഒരു iPad കില്ലറാണോ? എന്നെ സംബന്ധിച്ച് അതിന് കുറച്ച് ഇൻട്രൂസീവായിട്ട് ഞാൻ ചിന്തിച്ചു. കുറച്ച് കട്ടി വാക്കുക ഞാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. iPadന് അതിൻ്റേതായ ഒരു ഇക്കോ സിസ്റ്റം അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സാംസങ്ങിന് ഇപ്പോഴും ആ ഒരു ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ സമയമെടുക്കും ഉണ്ട്, പക്ഷേ ആ അത്രയും കമ്മിറ്റഡ് ആയിട്ടൊരു ഇക്കോ സിസ്റ്റം അല്ല. ആ ഒരു ഡൗൺ പോയിൻ്റ് ഉണ്ട്. രണ്ടാമത്തെ എന്ന് പറയുമ്പം ഗൈസ് ഇതിൻ്റെ സ്പീക്കേഴ്സ് എത്രയ്ക്ക് കിടിലമാണെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് iPad Proൻ്റെ സ്പീക്കേഴ്സിൻ്റെ അത്ര ഒരു ഫീല് കിട്ടിയിട്ടില്ല. അത് ഞാൻ കുറച്ച് നാൾ മുമ്പേ iPad Pro ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ തന്നെ എനിക്ക് അതിനകത്ത് അത്രയും ഇമ്പ്രസീവ് ഫീൽ. ഇത് എൻ്റെ മാത്രം ഒപ്പീനില്ല, കോറയിലും റെഡിറ്റിലും ഒക്കെ എല്ലാവരും ഇത് തന്നെ പറയും. മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാപ്റ്റിക്സ് അല്ലെ വൈബ്രേഷൻ മോട്ടർ അവർ ചീപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ചീപ്പ് ഔട്ടാണോ ഇത് ഭയങ്കര വലിയ ഡിവൈസ് ആയതുകൊണ്ട് എനിക്ക് ഫീൽ കിട്ടാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും iPad Proയിനകത്തിരിക്കുന്ന വൈബ്രേഷൻ മോട്ടറിൻ്റെ കണക്കുള്ളൊരു വൈബ്രേഷൻ മോട്ടറൊന്നും അല്ല ഇതിനകത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ 3 ഡൗൺ സൈഡ്സ് ഒക്കെ മാറ്റി വെക്കുവാണെങ്കിൽ എന്താ പറയുക, ഇത് ചെറിയതായിട്ടൊരു iPad കില്ലർ തന്നെ. കാരണം ആൻഡ്രോയിഡ് ടാബ്ലറ്റിൽ ഇത്രയും എന്താ പറയുക ഒരു ഫുൾ ഫ്ലെഡ്ജ് ടാബ്ലറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഫുൾ ഫ്ലെഡ്ജ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ രീതിയിലുള്ള കേപ്പബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് ഇതിൻ്റെ S Pen കൂടെ തരുന്ന ആ ഒരു വലിയ പെന്നും കൂടെ തരുന്നതുകൊണ്ട് ഇതിന് വാല്യൂ അഡിഷൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. സോ എന്താ പറയുക, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് തന്നെ നിങ്ങളൊരു കാഷ്വൽ യൂസറാണ്, ഒരുപാട് പൈസയൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊരു ടാബും ലാപ്ടോപ്പും ഒരുമിച്ച് കൊണ്ടു നടക്കണമെങ്കിൽ അത് രണ്ടും ഒരുമിച്ചുള്ളൊരു ഡിവൈസ് ആയത്. ആ ലാപ്ടോപ്പിൻ്റെ കേസും കൂടെ മേടിക്കുകയാണെങ്കിൽ ജസ്റ്റ് സൂപ്പർബ് ഡിവൈസ്. സോ ഗൈസ് ദാറ്റ് ഇസ് 3. നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പറയാനതിൻ്റെ കാര്യം സിംപ്ലി ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ടാബ്ലറ്റ് തന്നെ. ഒരു രീതിയിലും ആൻഡ്രോയിഡ് ടാബ്ലറ്റ് വേറെ ഒരു ടാബ്ലറ്റ് ഇതിനെ കോമ്പീറ്റ് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിലോസഫിയും ആർക്കൊക്കെ ഇത് ഇച്ചിരി യൂസർ ഫ്രണ്ട്ലി ഇതിൻ്റെ യൂസർ കേസസും ഒക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് വളർത്തുക. താങ്ക് യു.